വിദേശ നാണ്യ വിനിമയ ചട്ട ലംഘനം നടത്തിയിട്ടില്ലെന്ന് ഷാറൂഖ് ഖാൻ. ഇന്നലെ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ഷാറൂഖിനെ ചോദ്യം ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, വിശദാംശങ്ങൾ. അരുൺ, അനധികൃതമായി വിദേശ പണമിടപാടുകൾ നടത്തി എന്ന ആരോപണത്തിന്റെ പുറത്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഷാറൂഖ് ഖാനെ ചോദ്യം ചെയ്തത്. മുംബൈയിൽ 3 മണിക്കൂർ നേരത്തോളം ചോദ്യം ചെയ്യൽ നീണ്ടുനിന്നു. 100 കോടി രൂപയുടെ വിദേശ പണമിടപാട് ക്രമക്കേടുകൾ ഷാറൂഖ് ഖാൻ നടത്തിയിട്ടുണ്ട് എന്നാണ് ഓഡിറ്റിംഗ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചെയ്യൽ നടത്തിയത്. അതോടൊപ്പം തന്നെ ഷാറൂഖ് ഖാന്റെ വസതിയിൽ നേരത്തെ റെയ്ഡും നടത്തുകയുണ്ടായിരുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് ഷാറൂഖ് ഖാൻ ഇപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. പകപോക്കൽ നടപടികളുടെയൊക്കെ ഭാഗമായാണ് ഷാറൂഖ് ഖാനെ ഇത്തരത്തിൽ സർക്കാർ ചോദ്യം ചെയ്യലിനും പീഡിപ്പിക്കലിനും വിധേയമാക്കുന്നത് എന്നുള്ള ഒരു ആരോപണവും ഇപ്പോൾ പുറത്ത് നിലനിൽക്കുന്നുണ്ട്. നേരത്തെ നടത്തിയ ചില പരാമർശങ്ങളുടെ പേരിൽ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകിയ സാഹിത്യകാരന്മാരുടെയും അതോടൊപ്പം തന്നെ സിനിമാ താരങ്ങളെയും എല്ലാം തന്നെ ഷാറൂഖ് ഖാൻ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇതിനെതിരെ സംഘപരിവാർ സംഘടനകളും അതോടൊപ്പം തന്നെ BJPയുടെ നേതാക്കളും കടുത്ത വിമർശനങ്ങൾ ഉന്നയിക്കുകയും ഷാറൂഖ് ഖാനോട് പാകിസ്ഥാനിൽ പോകണം ഉൾപ്പെടെയുള്ള വിവാദ പരാമർശങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. ഈ ഒരു വിവാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ ഷാറൂഖ് ഖാനെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിട്ടുള്ളത്. ഷാറൂഖ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് IPL ടീമായ കൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ സാമ്പത്തിക ഇടപാടുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി പരിശോധിച്ചു വരികയാണ്. അരുൺ, നേരത്തെ കമൽഹാസനെതിരെ ഇത്തരത്തിലുള്ളൊരു നീക്കം നടന്നിരുന്നു. രാജ്യത്ത് അസഹിഷ്ണുത വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിലവിൽ ഷാറൂഖ് ഖാനെതിരെ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നു. വളരെ ആസൂത്രിതമായി കരുതി കൂട്ടിയതായി ഉള്ള നീക്കമായി ഇതിനെ നിലവിൽ കാണാമോ? കാരണം അത്തരത്തിലാണ് സൂചനകൾ ലഭിക്കുന്നത്. സന്തോഷ്, അരുൺ, അത്തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ഇപ്പോൾ തന്നെ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഷാറൂഖ് ഖാൻ ഇത് സംബന്ധിച്ച് പകപോക്കൽ നടപടിയാണ് എന്നുള്ള തരത്തിൽ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കൂടിയും മറ്റുള്ളവർ വിവിധ മേഖലകളിലുള്ളവർ നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരുന്നു. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ BJPക്കെതിരെ ഇപ്പോൾ നടക്കുന്ന അസഹിഷ്ണുതയ്ക്കെതിരെ പ്രതികരിക്കുന്നവരെ പ്രതികാര നടപടികൾക്ക് വിധേയമാകുന്നു എന്നുള്ള ഒരു ആരോപണം നിലവിലെ സാഹചര്യത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്പോൾ ഷാറൂഖ് ഖാനെതിരെ നടക്കുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ സർക്കാരിന്റെ പകപോക്കൽ നടപടിയായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള ഒരു സാധ്യതയും ഏറെയാണ്. നേരത്തെ തന്നെ BJP നേതൃത്വം അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ആരോപിക്കുന്ന കാര്യം ഷാറൂഖ് ഖാൻ വലിയ രീതിയിലുള്ള നികുതി വെട്ടിപ്പും അതോടൊപ്പം തന്നെ വിദേശ പണ ഇടപാടുകളും എല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ കേസുകളും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഷാറൂഖ് ഖാൻ ഇത്തരത്തിൽ സർക്കാരിനെതിരെ രംഗത്തെത്തുകയും മുഖം രക്ഷിക്കാനുള്ള നടപടികളാണ് ഷാറൂഖ് ഖാൻ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഷാറൂഖ് ഖാനെ അംഗീകരിക്കുന്നവർ അല്ലെങ്കിൽ ഷാറൂഖ് ഖാന് പിന്തുണ നൽകുന്നവർ ഈ അഴിമതിയാണ് പിന്തുണക്കുന്നത് എന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളും BJP നേതാക്കൾ സംഘപരിവാർ നേതാക്കൾ ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ള ഒരു റൈഡ് തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു നടപടി പകപോക്കൽ നടപടിയുടെ ഭാഗമായി തന്നെ വിലയിരുത്തേണ്ടി വരും. ഈ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണോ? പ്രത്യേകിച്ച് എന്തൊക്കെ ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് കണ്ടെത്തിയിട്ടാണ് അല്ലെങ്കിൽ ആരോപിച്ചിട്ടാണ് അദ്ദേഹത്തെ നിലവിൽ ചോദ്യം ചെയ്തത്? അരുൺ, വിദേശ നാണ്യവിനിമയ ചട്ടങ്ങൾ, അതായത് വിദേശ പണമിടപാടുകൾ കൃത്രിമമായി നടത്തി കൃത്യമായ രേഖകൾ സൂക്ഷിക്കാതെ ഇത്തരത്തിൽ പണമിടപാടുകൾ നടത്തി ഷാറൂഖ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള കൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ ഷെയറുകൾ വിനിമയം ചെയ്തതിലും ക്രമക്കേടുകൾ നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ രേഖകൾക്ക് വേണ്ടി നേരത്തെ തന്നെ റെയ്ഡുകളെല്ലാം തന്നെ നടത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 3 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ നടത്തിയത്. 100 കോടി രൂപയുടെ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ പറയുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷം ഷാറൂഖ് ഖാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുണ്ടോ? തീർച്ചയായും അരുൺ, ഷാറൂഖ് ഖാന്റെ പ്രതികരണം പുറത്തു വന്നു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തിയിട്ടില്ല എന്ന ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന തരത്തിലാണ് ഷാറൂഖ് ഖാൻ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. എന്നാൽ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ ഷാറൂഖ് ഖാൻ തയ്യാറായിട്ടുമില്ല. ആരോപണങ്ങളെ നിഷേധിച്ചും ക്രമക്കേടുകൾ നടത്തിയിട്ടില്ല എന്നും ഷാറൂഖ് ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്താണ്? കാരണം ഈ ചോദ്യം ചെയ്യൽ ഏതെങ്കിലും തരത്തിലുള്ള ചട്ടം ലംഘിച്ചതായോ അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകൾ അവർ നടത്തിയതായോ പറയുന്നുണ്ടോ? അരുൺ, എൻഫോഴ്സ്മെന്റിന്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ ഈ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങളെ സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ കൂടിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ ഓഡിറ്റിംഗിൽ 100 കോടി രൂപയുടെ ക്രമക്കേടുകൾ കണ്ടെത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ക്രമക്കേടുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഷാറൂഖ് ഖാനെ ചോദ്യം ചെയ്തത് എന്നാണ് ഔദ്യോഗികമായി എൻഫോഴ്സ്മെന്റ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അരുൺ,
എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.